അമ്മേ ശരണം ദേവീ ശരണം. മഹോത്സവ ദിവസമായ ഇന്ന് രാത്രി 10 മണിക്ക് വസ്ത്രാക്ഷേപം ഉണ്ടായിരിക്കുന്നതാണ്. വസ്ത്രാക്ഷേപം എന്ന ബാലെ ഉണ്ടായിരിക്കുന്നതാണ്. എന്റെ ദൈവമേ, 10 ദിവസം അമ്പലത്തിൽ ഉത്സവം തുടങ്ങിയിട്ട് കണ്ണടച്ചു തുടങ്ങിയപ്പോ ഉത്സവം തീർന്ന് ഇന്ന് 10 മണിക്ക് ബാലുണ്ട്. ഒന്ന് പോണെന്ന് വിചാരിച്ചിട്ട് നടക്കണില്ല. എങ്ങനെ പോവാനാ? അങ്ങേരോട്ട് പോകയില്ല, എന്നോട്ട് വിടിയയില്ല. എടാ മണിക്കുട്ട, ഞാൻ കണ്ടായിരുന്നു ആ താലം പോയപ്പോ നീ പെണ്ണുങ്ങളുടെ ഇടയിൽ കിടന്ന് വരകണത്. നിങ്ങളൊക്കെ ഉത്സവത്തിന് പോയായിരുന്നാ? ഞാൻ പോയിട്ടില്ലെന്നേ. പിന്നെ വേറൊരു കാര്യമുണ്ട്, ആ നാടൻ പാട്ടും കൈകൊട്ടിക്കളിയൊക്കെ കണ്ട് അമ്പലപ്പറമ്പി വായം വിളിച്ച് ഇങ്ങനെ ഇരുന്നോ. വടക്കല സുമചേച്ചിയുടെ വീട്ടിൽ കള്ളം കയറി അറിഞ്ഞില്ലല്ലേ? പെരയും പൂട്ടി അവിടെ പോയിരുന്ന കള്ളന്മാരെല്ലാം കൊണ്ടോ ഒരു സാധനം ഉണ്ടാവില്ല നമ്മളെ കഴിഞ്ഞു വരുമ്പോ. ഞാൻ പോവാത്തട്ട് എന്തിനാന്ന് ഇവരൊക്കെ പോയി കിടന്ന് വരക്കണത്? പോകണ്ട, അങ്ങനെ സൂക്ഷിക്കണ്ട. ഒറ്റ പിന്നെ വാക്കളും അയച്ചു തരും. അല്ല നിങ്ങളായിരുന്നാ? നീ ആരെന്ന് കരുതി? ഞാൻ കള്ളനാന്ന് വിചാരിച്ചു. അല്ലല്ല, നിക്ക് എന്തോ ഒരു ടോണിനൊരു വ്യത്യാസം. ഞാൻ കള്ളനാന്ന് വിചാരിച്ചിട്ടില്ലേ? അത് നിന്റെ ജീവിതത്തിൽ നീ ഇതുവരെ കള്ളനെ കണ്ടിട്ടുണ്ടാടി. പക്ഷെ നിന്റെ ആക്ഷനും അഭിനയവും കണ്ടു കഴിഞ്ഞാൽ നീ ഡെയിലി കള്ളനെ കാണുമ്പോലൊരു തോന്നൽ. ആ ബാല അത് നടക്കത്തില്ല, അത് ഞാൻ കൊളവാക്കും. നിനക്കൊരു കാര്യം അറിയാവോ? ഞാൻ ബാല കാണാൻ പോകുന്നില്ല, നിന്നെ ഞാൻ കാണാൻ വിടത്തുമില്ല. എങ്ങനെ പോവാനാണ്? കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ടേ ഇങ്ങേരായിരുന്നു അവിടെ അമ്പല കമ്മിറ്റിയുടെ പ്രസിഡന്റ്. എല്ലാണ്ട് കള്ളത്തരം മുഴുവൻ കാണിച്ചിട്ട് ഇങ്ങനെ ചവിട്ടി പുറത്താക്കി. വേറൊന്നുമല്ല, കൊമ്പനാനേനെ കൊണ്ടുവന്ന കണക്കെഴുതാൻ പറഞ്ഞപ്പോഴേ 9 ആനേനെ കൊണ്ടുവന്ന കണക്കെഴുതി വെച്ച് ആ കള്ളത്തരത്തിന് പുറത്താക്കി. എന്തായിരുന്നു പ്രസിഡന്റ് ആണെന്നുള്ള പാപമായിരുന്നല്ലോ ഒരു അമ്പല കമ്മിറ്റി പ്രസിഡന്റ് ആയപ്പോ. അവിടെ ഇനി അടുത്ത പ്രാവശ്യം ഉത്സവം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഞാൻ തന്നെ ആയിരിക്കും പ്രസിഡന്റ്. ഞാൻ പ്രസിഡന്റ് ആയിരുന്നപ്പോഴേ അവിടെ പരിഷ്കാരം കൊണ്ടുവന്നു. പരിഷ്കാരം ഭയങ്കര വലിയ പരിഷ്കാരം കൊണ്ടുവന്നു. വേറൊന്നുമല്ല, കാണിക്ക വഞ്ചിക്ക് വരാൻ QR കോഡ് കൊണ്ടേ വെച്ചേക്കണം. ഇപ്പോഴത്തെ കാലത്ത് ആരെങ്കിലും ചില്ലറ ഉണ്ടോ? അത് പോട്ട് പൈസ ഉണ്ടോ? എല്ലാരും അക്കൗണ്ടിലല്ലേ, അതുകൊണ്ടല്ലേ ഞാൻ QR കോഡ് കൊണ്ടുവച്ചത്. ഇങ്ങനെ QR കോഡ് കൊണ്ടേ വെച്ച് നാട്ടുകാർ മുഴുവനും വന്ന് സ്കാൻ ചെയ്ത് എന്നിട്ട് കാശ് മുഴുവൻ പോയത് എങ്ങോടാ? കീടമണിയുടെ അക്കൗണ്ടിലോട്ട്. എന്റെ അച്ഛൻ 5 പൈസ കിട്ടുന്നത് നിനക്കെന്താടി ഇത്ര കൊശപ്പം? ഭയങ്കര കുശുബ് തന്നെയല്ലേ നീ? എങ്ങനെ ഇവിടെ തലകുത്തി മറിഞ്ഞാലും നിന്നെ ഉത്സവം കാണാൻ ഞാൻ വിടത്തില്ല. നില്ല ഇതെന്താ ഇത്? നല്ല ഭംഗിയില്ലേ? ഇപ്പോഴാണ് ശരിക്കും ഒരു തയ്യക്കാരത്തിന്റെ ഭർത്താവായത്. ഞാൻ എനിക്ക് വെളിയിറങ്ങി നടക്കാൻ പറ്റില്ല. ആൾക്കാർ എന്തെല്ലാം പറയണെന്നറിയാം. എന്ത് പറയാ? ഇതെന്തോ ഇതെന്തോ കോലം എന്തോ? ചേട്ടൻ നിങ്ങളാണ് എന്നോട് കളർഫുൾ ആയിട്ട് തുണി തയ്ച്ചു തന്നോന്ന് പറഞ്ഞത്. കളർഫുൾ ഡ്രസ് അല്ലേ ഇത്? നിങ്ങൾ ഈ തയ്ക്കാനുള്ള തുണി കൊണ്ടുവന്നാ? ഇങ്ങോട്ട് നോക്ക്. ഇത് രമേശൻ ചേട്ടന്റെ ഷർട്ടിന്റെ, ഇത് സുധി ചേട്ടന്റെ, ഇത് മറ്റേ ശ്യാമേട്ടന്റെ, ഇത് ചന്ദ്രൻ ചേട്ടന്റെ. ഇത് നോക്കി. അയ്യോ, ഇത് ആരുടെ ആയിരുന്നു? ഏത് വടക്കിലെ കൊച്ചിന്റെ ആയിരുന്നു? അപ്പൊ ഈ പോക്കറ്റ് ഇത് സുമിയുടെ ബ്ലൗസിനുള്ളിൽ എടുത്ത് തയ്ച്ചതാ. സുമീര ബ്ലൗസിന്റെ ബാലൻസ് പോക്കറ്റില്. ഞാൻ വെളിയിൽ കൂടെ ഇറങ്ങി നടന്നപ്പോ സുമീര ഭർത്താവ് എന്റെ അടുത്ത് ചോദിക്കുക, സുമി നീ പോക്കറ്റിലാക്കിയോടെ? നീയാണ് ഇതിന് മൊത്തം അമ്പലത്തിൽ പരിപാടി തുടങ്ങുന്നത്, നമുക്ക് പോകാൻ. ആൾക്കാർ വെളിയിറങ്ങി നടക്കാൻ സമ്മതിക്കില്ല. ഞാൻ അങ്ങനെ പോയി തിയേറ്ററിലൊക്കെ പണ്ട് ഇന്റർവെൽ സമയത്തിരുന്ന് വിളിക്കും പോലെ, എടാ പീസേ കട്ട് പീസേന്ന് എന്നെ വിളിക്കുന്നു. ചേട്ടാ നീയാണ് ഇതിന് മൊത്തം കാരണക്കാരി. എനിക്ക് അമ്പലത്തിൽ പരിപാടിക്ക് പോണോന്ന്. ഇല്ല വിടത്തില്ല ചേട്ടാ. അമ്പലത്തിലാ നിങ്ങൾ പരിപാടിക്ക് കൊണ്ടുപോകല. നിങ്ങൾ വേറെ എന്നെ എവിടെയെങ്കിലും കൊണ്ടുപോകണ്ട. എവിടെയെങ്കിലും ഒന്ന് കൊണ്ടുപോകും ചേട്ടാ. എന്തോരം പരിപാടി നാട്ടിൽ നടക്കണത്. ദൈവമേ, ഒരിടത്തും കൊണ്ടുപോകണില്ല. കൊണ്ടുപോകണില്ല. എടി കഴിഞ്ഞ ആഴ്ച ഞാൻ നിന്റെ അച്ഛനെയും പിള്ളേരെ എല്ലാരെയും കൂടി ചിൽഡ്രൻസ് പാർക്ക് കൊണ്ടുപോയില്ലേ? ചിൽഡ്രൻസ് പാർക്കിൽ കൊണ്ടുപോയിട്ടില്ലേ? എന്റെ അച്ഛൻ ഭയങ്കര ആശിച്ചാണ് ഊഞ്ഞാലാടാൻ കയറുന്നത്. എന്നിട്ട് നിങ്ങൾ ഇങ്ങോട്ട് അപ്പൊ തന്നെ വിളിച്ചോ. ഊഞ്ഞാലും അടിച്ചില്ലേ എന്റെ അച്ഛനാ? കൊച്ചു പിള്ളേരെ ഊഞ്ഞാലിൽ കയറി നീ കളവാൻ ഭയങ്കര ആട്ടം. അപ്പൊ ആ സെക്യൂരിറ്റി പാടിയ നീ കേട്ടായിരുന്നു? എന്തോന്ന്? കേക്കണം. താമരക്കിളി പാടുന്നു തകതും, താളിയോലകളാടുന്നു തകതും. രണ്ടാമത്തെ വരി ദേഷ്യത്തിൽ 7 പ്രാവശ്യം പാടി. ദേവി ഇതെന്താ കാണിക്കുന്നേ? അയ്യോ എന്റെ ചൊല്ല കുട്ടിയല്ലേ, അങ്ങനെയൊന്നും കാണിക്കല്ലെന്ന്. കിഴക്ക് കിഴക്കൊരാന കൊന്തണിഞ്ഞ് നിക്കണ്, ആലവട്ടം വെഞ്ചാമരം താലി പീലി നെറ്റിപ്പട്ടം. എനിക്കറിയാം അമ്പിളി മാമ. എത്ര വയസ്സുണ്ടടി എനക്ക്? 34. എന്നിട്ടാണ് ഈ മുതുക്ക് കൂത്താട്ടം ഇവിടെ കിടന്ന് ആടുന്നത്. അമ്മച്ചി എടി നീ ഇനി എന്തൊക്കെ ചാടിയിരുന്നാലും ബാല കാണാൻ ഇവിടെ നിന്ന് വിടത്തില്ല. വിടത്തില്ല. മക്കളുടെ ജീവിതം മുഴുവൻ നീ തയ്ച്ച് തീരെയുള്ളു. ഒരു പരിപാടി
ഒരു കാര്യം ചെയ്ഞ്ഞു വാ. എന്താന്ന്? എന്തായാലും ഞാൻ ബാല കൂവി കുളമാക്കും. കൂടെ ഒരാളൂടെ ഉള്ളത് നല്ല. നീ പോയി ഡ്രസ് മാറി വാ. അയ്യേ, ഞാനൊന്നും വന്നില്ല. ഒറ്റക്ക് അങ്ങോട്ട് പോയി കൂവിയാ മതി. പിന്നെ ഇത്ര നേരം ബാല കാണാൻ പോവാന്ന് പറഞ്ഞാ നീ വാ. അത് ബാല കാണാനല്ല, കൂവാൻ ഞാൻ വന്നില്ല. എനിക്കിത് നാളെ കല്യാണത്തിന്റെ ഒരു തയ്ച്ച് കൊടുക്കാണ്ട് ഞാൻ വന്നില്ല. അറിയില്ലല്ലോ. ഞാനൊന്നും വന്നില്ല. പോ. ഞാൻ എന്തായാലും ഒന്ന് നോക്കട്ടെ. എന്തൊരു അവിടെ എന്താ ഒരു സ്ഥലത്ത് കൊണ്ടുപോകൂലാന്ന്. നേരം നമ്മളെ തന്തിയോളി മിഷൻ ചവിട്ടി തീരാനാ എന്റെ വിധി. എന്റെ ദൈവമേ, ഞാൻ എന്തുമാത്രം ഇവിടെ കിടന്ന് കഷ്ടപ്പെടേണ്ട. എന്റെ വിളി നീ ഒന്ന് കേൾക്കണില്ലല്ല. എന്തിനു ഭഗവാൻ എന്നോട് ഇങ്ങനെ കാണിക്കണത്? അയ്യോ, വിളിച്ചാ വിളിപ്പുറത്തെത്തും ദൈവം എന്ന് പറഞ്ഞപ്പോ എന്റെ മുമ്പിൽ വന്നേക്കണ്. അയ്യോ ഭഗവാനെ, ഭഗവാനെ എന്നെ അനുഗ്രഹിക്കണേ, ഭഗവാനെ എന്നെ അനുഗ്രഹിക്കണേ. അനുഗ്രഹിച്ചിരിക്കുന്നു. അയ്യേ വരേന് കൃട്ട ദൈവം. അയ്യോ അതല്ല, ഞാൻ ദൈവമല്ല, പിന്നെ ഞാൻ മാധവൻകുട്ടി. എന്നാ മറ്റേ ചെറുപേറ് മാറ്റിട്ട് എനിക്ക് ഇച്ചിരിതാ. എന്തുവാ? മോദകം കിട്ടിന്ന് പറഞ്ഞു. മോദകം കിട്ടിന്നല്ല, എന്റെ പേരാ പറഞ്ഞ മാധവൻകുട്ടി എന്ന്. എന്താ വന്നത്? വസ്ത്രാക്ഷേപത്തിന്. ഞാൻ കത്തിരിക്കടുത്ത് ഞാൻ പള്ളക്കാൻ കെട്ടി ഞാൻ കുടുംബത്തെ അതല്ല, ഇപ്പൊ വിളിച്ചു പറഞ്ഞ കേട്ടില്ലേ വസ്ത്രാക്ഷേപം ബാലേന്ന് പറഞ്ഞില്ലേ അമ്പലത്തില്? ആ ബാലേ നടനാണ് ഞാൻ. നാണ ഇല്ലേടോ? കണ്ടാ തന്നെ അറിയാലോ നല്ല പ്രായമായിട്ട് ബാല നടനാണെന്ന്. വലിയ കാര്യമുള്ള ബാലനടന്റെ കാര്യമല്ല പറഞ്ഞേ, ഞാൻ ബാലയിലെ പ്രശസ്തരായ നടനാണെന്ന് പറഞ്ഞതാ. ഉത്സവത്തിന് എന്റെ ദൈവം, ഞാൻ എനിക്ക് ഭയങ്കര ഞാൻ ആദ്യമായിട്ട് ഞാനൊരു ബാലക്കാരനെ ആദ്യമായിട്ടാണ് ഞാൻ കുടുംബശ്രീ ഗ്രൂപ്പിൽ വിളിച്ചിട്ട് എല്ലാവരും ഒന്ന് കാണിക്കട്ടെ. ദൈവമേ ചേച്ചി, ഇത് ഞാൻ എടുത്തോട്ടാ, ഇത് ഞാൻ എടുത്തോട്ടെ, വിളിക്കല്ലേ. എന്റെ കൂട്ടുകാരികളൊക്കെ വിളിച്ചിട്ട് അയ്യോ ദൈവമേ, ആരും ഞാൻ സത്യമായിട്ട് ഞാൻ ആദ്യമായിട്ട് ഒരാളെങ്ങനെ അടുത്താണ്. ഒരു ഫോട്ടോ എടുക്കുക. ഫോട്ടോയോ? നടുക്ക് വെക്കാ മതിയെ. എന്നാ നിങ്ങളെയോ? കുടുംബശ്രീയിൽ ലോൺ എടുക്കാൻ ഒരു ഫോട്ടോ എടുത്ത് തരാൻ പറഞ്ഞപ്പോ അങ്ങനെയൊക്കെ നേരെ ഇല്ലെന്നൊന്ന് എടുക്ക്. അപ്പൊ എന്റെ കൂടെ അല്ലേ സെൽഫി എടുക്കട്ടെ? ഇതെടുക്ക്. ആ എടുത്തെന്നാ ചേച്ചി. എന്റെ കൂടെ ഒരു ഫോട്ടോ. ആരാധന എടുത്തെടുത്തോ. കൊറേ പേര് ഇങ്ങനെ സെൽഫി ഒക്കെ പിടിക്കാൻ പറ്റുക. ഇങ്ങനെ ചേർന്ന് നിന്നോളൂ. ചേർന്ന് നിന്നിട്ട് കൈ ഇതുവഴി ഇങ്ങനെ ഇട്ടോ. അതെന്തിനാ? അപ്പൊ നമ്മൾ അത്ര ക്ലോസ് ആണെന്ന് അറിയുമല്ലോ ആൾക്കാര്. അതിന്റെ ആവശ്യമൊന്നുമില്ല. ഉണ്ടല്ലേ? അതെന്നാ ഫോട്ടോ എടുത്തു. ഇതെന്താ ഇങ്ങനെ? ഇങ്ങനെ പിടിച്ചാണാ? അല്ല, ഫോട്ടോ അതിക്ക് പോകുമ്പോഴേ നമ്മൾ ഭയങ്കര ക്ലോസ് ആണ്, നിങ്ങളുടെ കൈയിട്ട പോലെ അങ്ങനെ. അയ്യേ, അതിന്റെ ആവശ്യമൊന്നുമില്ല. അതിന്റെ ആവശ്യമൊന്നുമില്ല. അയ്യേ, ഫോട്ടോ എടുക്കാൻ വന്നിട്ട്. അല്ല, ഞാൻ വന്നത് എന്താന്ന് ഇതുവരെ ചോദിച്ചില്ല. എന്തിനാ വന്നേന്നാ ഞാൻ ആലോചിക്കണത്. സംഭവം സത്യം പറഞ്ഞോണ്ടല്ലേ, ഞാൻ ബാലയില് എല്ലാ വേഷങ്ങളും ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ കത്തം കെട്ടാൻ കയറിയപ്പോ പാലിന്റെ മൂടൊന്ന് കീറി. 1.5 മണിക്കൂർ യുദ്ധമുണ്ട്. ഈ കീറിയത് കൊണ്ട് യുദ്ധം ചെയ്യാൻ പറ്റുമോ? അതുകൊണ്ട് ഇതൊന്ന് തയ്ച്ചു തരണം ചേച്ചി. അയ്യോ, എനിക്കിപ്പൊ തയ്ക്കാൻ ഒട്ടും നേരമില്ല. എന്താണെന്നറിയോ, ഒരു കല്യാണ പാർട്ടിയുടെ ഇത്രയും തുണി തയ്ച്ചു കൊടുക്കാളെ, നാളെ കല്യാണം. അതുകൊണ്ട് ഞാൻ ബാല കാണാൻ പോലും. അല്ല, ഞാൻ അവിടെ തിരക്കിയപ്പോ പറഞ്ഞത് ചേച്ചി നല്ല തേപ്പുകാരിയാണെന്ന്. ആര് പറഞ്ഞാ തേപ്പുകാരിയാന്ന്? ചേച്ചി ഇവിടുത്തെ നല്ല തയ്പ്പുകാരിയാണെന്ന് പറഞ്ഞു. ചേച്ചി ഇതൊന്ന് തയ്ച്ചു തരുമോ? കഷ്ടമുണ്ട്. ബാലക എനിക്ക് സമയമില്ലെന്ന്, എനിക്ക് ബാല കാണാൻ പറ്റില്ലെന്ന്. ദൈവത്തോർത്ത് ബാല കാണാൻ വരല്ലേ. എന്റെ ആശാനങ്ങാനം ചേച്ചിയെ കണ്ടു കഴിഞ്ഞാ ബാലയില് പിടിച്ച് നടിയാക്കി കളയും. എന്നെ മെയിൻ നടി. ബാലയിലൊക്കെ നടിയാവണെങ്കിൽ അതിനുമുണ്ട സൗന്ദര്യമൊക്കെ വേണ്ടി എനിക്കുണ്ടാ. പോടാ. ആശാന്റെ ഭാര്യക്ക് തന്നെ 78 വയസ്സുണ്ട്. പുള്ളിയാണ് 14-കാരിയായിട്ടുള്ള കുമാരിയായിട്ട് ചെയ്യണം. അന്നാക്കി നിങ്ങൾക്ക് ഒന്ന് ചെയ്തൂടെ? ബാലയൊക്കെ ചെയ്യണമെങ്കിൽ ഡാൻസ് ഒക്കെ ഉണ്ട്. എനിക്ക് ഡാൻസ് ഒന്നും അറിഞ്ഞൂടാ. ആര് പറഞ്ഞു ഡാൻസ് അറിഞ്ഞൂടെന്ന്? എനിക്കറിയില്ല. എനിക്ക് ആകെ ഇത് തുന്നാനും തയ്ക്കാനൊക്കെ മാത്രമേ അറിയുള്ളൂ. തയ്യൽ അറിയാമോ? തയ്ക്കാൻ അറിയാം. മതി. തയ്യൽ അറിയാമെങ്കിൽ ഡാൻസിന്റെ 25% പഠിച്ചു. എങ്ങനെയാണ് കാലിട്ട് ഇങ്ങനെ തയ്ക്കുന്ന? ചവിട്ടുന്നത് എങ്ങനെയാണ്? ഇങ്ങനെയല്ലേ ചവിട്ടുന്നത്? ഇതിന്റെ തുണി എങ്ങനെ തയ്ക്കുന്നത്? അങ്ങനെ കൈ തിരിച്ചു വെച്ച് തയ്ക്കൂ. അപ്പൊ സൂചിയിൽ എങ്ങനെ നൂല് കോർക്കുന്നേ? ഇടത്ത് സൈഡിൽ കൂടെ കോർക്കൂ. നല്ല പോലെ കോർക്കും. കാല് മാറ്റി ചവിട്ടു. തുണി കയറ്റോ ഇങ്ങനെ. എന്നിട്ട് ഇതങ്ങോട്ട് കയറ്റോ. ദൈവമേ, മതി ഡാൻസ് പഠിച്ച്. ഇതും കൊണ്ടൊന്നും അങ്ങോട്ട് വരില്ല. ശോഭനക്ക് ഈഗോ അടിക്കൂ. ശോഭനക്ക് അതങ്ങ് വിശ്വസിച്ച്. അപ്പഴേ ചേച്ചിക്ക് തയ്ക്കാൻ സമയമില്ല, ഞാൻ പോണ് വേറൊരു. എനിക്ക് സമയമുണ്ട്. നിങ്ങക്ക് എന്തോ വേറെ കല്യാണമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട്. അത് ഞാൻ ചെയ്യില്ല. നീ ഇങ്ങനെ കൊണ്ടാടെ എവിടെ കയറിയേക്കണേ? ഞാൻ തയ്ച്ചു തരുമല്ലോ. ബാക്കിൽ ഇങ്ങനെ കീറിട്ടുണ്ട് ഫുള്ളായിട്ട്. ഓ, അത് ഞാൻ തയ്ച്ചു തരാം. അതെ, ഇന്റർലോക്ക് ചെയ്യണ മെഷീൻ അകത്തായിരിക്കണം. അപ്പൊ അകത്ത് കൊണ്ടിട്ട് തുന്നണം. പിന്നെ ഞാൻ വേണമെങ്കിൽ പാന്റിന്റെ ഇവിടെ 2-3 എംബ്രോയിഡറിയും പിടിപ്പിച്ചു തരാം. പാലയില് വന്നാൽ നായിക ഞാൻ വേഷം ഒപ്പിച്ചു തരാം. ശരിക്കും വേഷം ഒപ്പിച്ചു. ഇതല്ലേ, ഇതും കൂടി മാറ്റി ഒരു ബട്ടൺസ് കൂടി വെച്ചു. അപ്പൊ ഇത് ഇടാൻ സുഖം. ഊർത്തായോ ഞാൻ അകത്തുകൊണ്ട് അടിച്ചിട്ട് തരാം. ഓക്കെ
ചേച്ചി പെടുന്നുണ്ടോ ഇന്റർവെല്ല്? ശരിക്കും ഭംഗിയുണ്ടല്ലോ എന്നെ കാണാൻ നാടകത്തിൽ ഈ ബാലനെ. ഉണ്ട്. അയ്യോ ഒഴുകുവല്ലേ, വടിഞ്ഞങ്ങ് ഒഴുകുവല്ലേ ഗ്ലാമർ. പിന്നല്ല. ആ ഓ അങ്ങനെ കള്ളം പറഞ്ഞോണ്ട് പാന്റ് അയക്കാം. ചേച്ചി പെട്ടെന്ന് അയച്ചോണ്ട് പറഞ്ഞേ. ഓ പാവം ചേച്ചി എന്നെ സഹായിച്ചു. എന്തായാലും ചേച്ചി നമ്മൾ സഹായിക്കുന്നു. അപ്പൊ ചേച്ചി തിരിച്ചെന്തേലും സഹായിക്കണ്ടേ? ഇതു നവസുരബില മനുപമ ലഹരി ചങ്കിടക്കടച്ചടാക്കടക്കടടാ. എന്റെ കയ്യില് അപ്പോ ബാല കാണാൻ വേണ്ടിട്ട് വിളിച്ചപ്പം വരാതിരുന്നത് ഇവൻ കാരണമാണ്. ശരിയാക്കി തരാം. ദൈവമേ, എവിടെന്നോ ഒരു റഷ്യൻ തത്ത വന്ന് നിൽക്കണ്. വിളിച്ചുകാരെ വിളിച്ചു കൊടുത്താലോ? ആരാ? അങ്ങോട്ടല്ല, ആരാണ്? ആ അപ്പൊ ഞാൻ വന്നത് പ്രശ്നമാണല്ലേ? പ്രശ്നം വീട് മാറി വന്നയാണോ? അതുകൊണ്ടാണല്ലോ കാണാൻ പറ്റിയത്. കാണാൻ പറ്റിന്ന് പറയുമ്പോ എന്നെ ദൈവമേ, ബാലനേതോ ആരാധകൻ. അത് തന്നെയാണ്. കണ്ടോ, കൺകുളിർക്കെ കണ്ടോളൂ. ഓക്കെ ആയിക്കോട്ടെ. എന്താ ഇത് സംഭവം? എന്താ? ചേച്ചിയുടെ ബ്ലൗസ്. നിന്റെ ഡ്രസ് എന്ത് ചെയ്ത്? നിന്റെ വന്നപ്പോ തന്നെ പാന്റ് കീറി. അകത്തിരുന്ന്. ദൈവമേ, അപ്പൊ അത്രമേലായി. ശരിയാക്കി തരടാ. ഇതെന്ന് തുടങ്ങി? ബാല് 1.5 കൊല്ലമായി തുടങ്ങിയിട്ട്. 1.5 കൊല്ലോ? ആ ഇത് ഞാൻ സത്യം പറഞ്ഞോണ്ടല്ലോ ടൈം പാസ് ആയിട്ട് തുടങ്ങിയതാ. പക്ഷെ ഇപ്പൊ എനിക്കിതൊരു പ്രൊഫഷണലാ. പ്രൊഫഷണലാ? ഈശ്വരോ, ഒരു കുടുംബത്ത് വന്നിട്ട് എന്തൊക്കെയാ പറയുന്നത്? ഇതൊക്കെ ഒരു എന്റർടൈൻമെന്റ് അല്ലേ ചേട്ടാ? എന്റർടൈൻമെന്റാ? കാരണം അച്ഛൻ പാരമ്പര്യമായിട്ട് എനിക്ക് തന്നതായി കഴിവ്. എന്തോന്ന് കുടുംബമാണ് ഇത്? പാരമ്പര്യം കൊണ്ട് നടക്കുക. ഈശ്വര, കേരളത്തിന്റെ എല്ലാ സൈഡിലും പോവും. ഇന്ന് പരിപാടി ഇവിടെയാണ്. അതെനിക്ക് മനസ്സിലായല്ലോ. അതെനിക്ക് മനസ്സിലായി. ഡബിൾ ഉണ്ടെങ്കിൽ ഭയങ്കര വിഷയമാണ് കേട്ടോ. ഉറങ്ങാനൊന്നും പറ്റൂല. പിന്നെ ഏക ആശ്രയം എന്ന് പറഞ്ഞാ ഒരു 2-2.5 മണിക്കൂർ കഴിയുമ്പോ ഒരു 1500 രൂപ കയ്യിലെടുത്ത് വെച്ച്. അപ്പൊ ഞാൻ ജോലി ചെയ്യണ കാശ് മൊത്തം ഇവനാണ് തിന്നണത്. ശരിയാക്കി തരാം. ഇതിന്റെ വീട് എവിടാ? നെയ്യാറ്റിൻകര. നെയ്യാറ്റിൻകര എന്ന് ഇവിടെ വന്ന് കുടുംബം പിന്നെ ഇന്ന് ഓടി വന്നേ. ഇവിടെ വട ചേച്ചി ഇതാ അടിക്ക. ഇവിടെ വട. മറിയിലടി. ഇങ്ങോട്ട് നിങ്ങളുടെ ഒരു കള്ളം പറയുമ്പോ ലോജിക്ക് വേണ്ടടി. ഇവൻ നെയ്യാറ്റിൻകരക്കാരൻ എന്ന് പറഞ്ഞു, നീ പറയുന്ന പാലാക്കാരനെന്ന്. നിന്റെ രഹസ്യക്കാരൻ നിന്നെ നിന്നെ എന്താ പറഞ്ഞെന്ന്? രഹസ്യക്കാരനെന്ന്. എന്താ ഒന്നുകൂടി പറഞ്ഞേ? രഹസ്യക്കാരൻ. ഉറക്കം വിളിച്ചു പറ. എന്തിന്? അങ്ങനെങ്കിലും എനിക്കൊരു പെണ്ണ് കിട്ടട്ടത്. എടി, നിന്റെ രഹസ്യക്കാരനെ നിന്നെയും കൂടി ഞാൻ ഇന്ന് പൊക്കി. ഇത് രഹസ്യക്കാരനെന്നുള്ള, ഇത് ബാലക്കാരൻ. പാലക്കാരനാ? നമ്മുടെ അമ്പലത്തിലെ ഉത്സവത്തിന് ബാല കളിക്കാമെന്ന് നടൻ ആ ചെറുക്കന്റെ പാന്റും ഈ ടോപ്പൊക്കെ കീറിയിട്ട് തുന്നാൻ വേണ്ടി എന്റെ കൊണ്ടുവന്ന് തന്നതാ. ഇത് തുന്നി വേഗം ഇട്ടിട്ട് വേണം ആ ചെറുക്കൻ അവിടെ പോയി ബാലക്ക് കയറാലേക്ക്. ബാല പൊളിയും. ആ ഞാൻ പറഞ്ഞ കേട്ട, ഇത് കൊണ്ടിലും കച്ചക്കം പൊളിയൂന്ന്. മനസ്സിലായി. അതായത് രോഗിയുടെ ഇച്ചിച്ചിയും പാല്, വൈദ്യന്റെ ഇച്ചിച്ചിയും പാല്. അല്ല, പിന്നെ രോഗി ഇച്ഛിച്ചതും പാല്, വൈദ്യം കൽപ്പിച്ചതും പാല്. നട്ടപ്പാതിരാക്ക് പാലുകാരുടെ അടുത്ത് പാല് മേടിക്കാൻ പോകാൻ എന്നെ കൊണ്ട് പറ്റൂല. എനിക്ക് തയ്ക്കാനുണ്ട്. അങ്ങ് കൊന്നു കളഞ്ഞാലോ ദൈവമേ. ഞാൻ പറഞ്ഞത് പിന്നെ ഈ ഉത്സവം കൊളാക്കാൻ വേണ്ടിട്ടാണ് ഞാൻ നടക്കുന്നത്. എനിക്ക് അവിടെ പ്രസിഡന്റ് ആവണ്ടേ? ഇവൻ അവിടെ ചെന്ന് കേറില്ലെങ്കിൽ ബാല പൊളിയുമോ? അപ്പൊ പിന്നെ ഇവനെ ഇപ്പൊ വിടണോ? പിന്നെ വിടണ്ട, ഇത് തയ്ച്ചു കൊടുക്കണം. ചെക്കന് പോവാനല്ലേ. എത്ര സമയം എടുക്കും തയ്ക്കാൻ? അതിപ്പോ 5 മിനിറ്റ് ഉള്ളത്. അടിച്ചു തീരാറായി. വേണ്ട, 1 മണിക്കൂർ എടുത്തോ. നല്ല രീതിയിൽ തച്ചാൽ നീ പൊക്കോ. അതെ അതെ, എംബ്രോയിഡറി ഒക്കെ വെച്ചോ. നല്ല രീതിയിൽ തച്ചു തരും. അല്ല എനിക്ക് കേറണമെന്ന് സംഭവം ശരിയാ, എനിക്കറിയാം. എനിക്ക് മനസ്സിലായി. അബദ്ധത്തിന് പറ്റിയ കേട്ടോ. കുഴപ്പമില്ല, അറിയാൻ സംഭവിച്ചാ. നമുക്കിതൊക്കെ സ്ഥിരമാണല്ലോ. അതെനിക്ക് മനസ്സിലായി. അയ്യോ, ബാല നടന്നല്ലേ? അതെ, ബാല നടനാണ്. കിടക്കാച്ചി അഭിനയാണോ നീ? കുഴപ്പമില്ല, നല്ല രീതിയിലൊക്കെ അഭിനയിക്കും. ആരൊക്കെ ഉണ്ട് വീട്ടില്? വീട്ടില് അമ്മയുണ്ട്, അച്ഛനുണ്ട്. വേറെ ആരുമില്ല. പിന്നെ നിന്നെ ഇത് ആരടാ ഈ വീട് കാണിച്ചെന്ന്? അവിടെ ഒരു പ്രസിഡന്റ് ഉണ്ട് അമ്പലത്തിലെ, നമ്മളെ ശോശു ബിജു. അങ്ങനെയാണോ? അങ്ങനെയാണ് പേര്. പുള്ളിയാണ് പറഞ്ഞത് ഇവിടെ തയ്ക്കൂ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വിളിച്ചിട്ടാണ്. പുള്ളിയല്ലേ ഇവിടെ അമ്പലത്തെ പ്രസിഡന്റ്? അവൻ മഹാ മോശമാണ്. അവന്റെ ഭാര്യ വേറെ ഒരുത്തന്റെ കൂട്ടത്തിൽ ഇറങ്ങിപ്പോയി. നീ അറിഞ്ഞില്ലേ? ഇതൊക്കെ അറിയണ ഒരു സ്ഥലത്ത് പോകുമ്പോ എല്ലാം അറിയണം. ഞാൻ പറഞ്ഞുതരാം. എന്തുവാ? കുറച്ച് സമയം എങ്ങനെയെങ്കിലും പിടിച്ചു നിർത്തണം. വന്നേ. ഇല്ലല്ലോ, പോണം, ബാലേക്ക് പോണം. അതല്ല മക്കളെ, ഞാൻ പറഞ്ഞു. അതായത് ഇവള് തടി ശകലം കൂടുതലായോണ്ട് രാവിലെ നടക്കാൻ ഇറങ്ങി. ഇതേ സമയത്ത് തന്നെ വീട്ടിന്റെ അടുത്തുള്ള ഒരു ചെറുക്കനും തടി കൂടിയോണ്ട് നടക്കാൻ ഇറങ്ങി. പിന്നെ ഇവര് പരിചയത്തിലായി, ഒരുമിച്ച് നടന്നു തുടങ്ങി. പിന്നെ അത് ഓടി തുടങ്ങി. ആ വഴി ഓടി അതുവഴി അങ്ങ് പോയി. പിടിച്ചില്ലേ? എന്നിട്ട് അതെനിക്കറിയത്തില്ല. അല്ല, അവരെ പോലീസ് പിടിച്ചില്ലേന്ന്?
പോലീസ് പിന്നെ പിടിക്കാതിരിക്കോ? പോലീസ് നീ അവന്റെ സൈഡാണ് എന്റെ സൈഡാണ്? അല്ല, ഞാൻ നിങ്ങളുടെ സൈഡാണ്. പിന്നെ? അത് എനിക്ക് താന്ന് പോണോ? പാന്റ് അത് അവള് നല്ല രീതിയിൽ തച്ചോണ്ട് വരുവാ. നീ ഒന്ന് അടങ്ങണം. നീ അവിടെ ചെന്ന് യുദ്ധം ചെയ്യുമ്പോൾ പ്രശ്നമാകത്തില്ലേ കീറിപ്പോയാൽ? ഇന്റർവെല് കഴിഞ്ഞ് എനിക്ക് കേറണമെന്ന്. നീ പറഞ്ഞാട്ടൊന്ന് ബാല കൊളാവുന്നു. ഞാൻ പോയിട്ടുണ്ട് ടിസ്റ്റ് ഉണ്ടെന്ന് എനിക്ക്. എന്ത് ടെസ്റ്റ്? ഞാൻ രചരി ഈ മുമ്പ് പ്രശ്നമായിട്ടുണ്ടോ എവിടെയെങ്കിലും ബാലെ? ഈ ഇടയ്ക്ക് ചേർത്തലയില് പരിപാടിക്ക് പോയപ്പോ അവിടുത്തെ കമ്മിറ്റിക്കാരൻ വന്ന് എന്തോ വെള്ളമില്ലെന്ന് പറഞ്ഞു. ഞാൻ അവനെ ചീത്ത വിളിച്ച് അങ്ങനെ അവൻ എന്നെ ഓടിച്ച്. ഞാനത് ഇരുട്ട് വാക്കാണല്ലോ ഓടാ. ഞാൻ പെട്ടെന്ന് അവിടെ നിന്ന് ഒരു ടോർച്ച് എടുത്തോണ്ട് ഓടാ ഓട്ടം കാട്ടി കൂടെ ഓടിയെടുത്ത് നിന്നപ്പോ എന്റെ കൂട്ടുകാരനെ വിളിച്ചു, സല്ലേ വാടാ, ഞാൻ ഈ സ്കൂളിന്റെ ബാക്കിൽ നിൽക്കുന്നെന്നും ഈ ചീത്ത വിളിച്ച കമ്മിറ്റിക്കാർ ഒരു വണ്ടിയിൽ അങ്ങ് വന്നു. അതെങ്ങനെയാണ് നിന്റെ കൂട്ടുകാരനെ ഫോണിൽ വിളിക്കുമ്പോൾ കമ്മിറ്റിക്കാർ പറഞ്ഞത്? ടോർച്ച് എന്ന് പറഞ്ഞ് എടുത്തോണ്ട് പോയത് കോഡ്ലെസ് മൈക്കാ. ഇങ്ങനെയൊന്ന് സംസാരിച്ചല്ലോ, ഇത് അമ്പലപ്പറമ്പി മൊത്തം കേട്ട്. അപ്പൊ 3/4 ഭാഗം ബാലയും പൊളി. അങ്ങനൊന്നും പറയില്ല. എനിക്ക് കയറി പോണോ ചേച്ചി? പാല് തയ്ച്ചിട്ടുണ്ട് മുഴുവനും തയ്ച്ചിട്ടുണ്ട്. കൊടുക്കട്ടെ എന്ത് സമയമായില്ലെന്ന് പറഞ്ഞ ഇത് അവസരമാണ്. ഒരു മനസാക്ഷി ഉണ്ട്. ആ ചെറുക്കനെ പരിപാടിക്ക് കയറാൻ വേണ്ടിട്ട് തിരക്കിട്ട് തയ്ക്കാൻ വേണ്ടി കൊണ്ടുവന്നപ്പോഴത്തേക്ക് വളരെ നല്ല രീതിയിൽ ഒരു ബാലെ അവതരിപ്പിച്ച ആർട്ടിസ്റ്റുകൾക്ക് ഉത്സവ കമ്മിറ്റിയുടെ നന്ദി അറിയിക്കുന്നു. മാല കഴിഞ്ഞ് ഞാനില്ലാത്ത സീഡി ഇട്ടതാ അവര് മാല ഹിറ്റാക്കിയെന്ന്. കുളമായില്ലേ? നീ അല്ലേടി പറഞ്ഞു ഇവ അവിടെ ചെന്ന് ബാലയിലേക്ക് ഇന്റർവെല്ലിന് ശേഷം കയറിയില്ലെങ്കിൽ ബാല കുളമാവുന്നു. പിന്നെ ഇപ്പൊ അതിനോട് ഒരു ബാല സൂപ്പർ ഹിറ്റ് നന്ദി പറഞ്ഞാട്ടായിരുന്നു. എന്തോ പറഞ്ഞു? എന്തോ പറഞ്ഞ? ഞാൻ കമ്മിറ്റിക്കാരെ വിളിച്ചോണ്ട് വരും. എന്തോ നിങ്ങൾ പറഞ്ഞ? എനിക്ക് പോലീസിനെ വിളിക്കും. എന്തോ നിങ്ങൾ പറഞ്ഞ? പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്. അതെന്താന്നറിയോ, ചേട്ടൻ കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് അമ്പലത്തിലെ ഉത്സവ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആയിരുന്നു. അപ്പൊ കള്ളത്തരം കാണിച്ചതിന്റെ പേരിൽ ഇങ്ങനെ അവിടെ നിന്ന് പുറത്താക്കി. അപ്പൊ ഇയാള് ബാല കളിക്കാൻ ചെന്നാലേ ബാലയും പൊളി ഉത്സവം പൊളി. അപ്പൊ അതിനുവേണ്ടി ഇവിടെ പിടിച്ചു നിർത്തിയതാ. അപ്പൊ ബാല പൊളിയാൻ വേണ്ടിയാണോ എന്നെ ഇവിടെ പിടിച്ചു നിർത്തിയത്? ഇത് നേരത്തെ പറയണ്ടായിരുന്നോ? പറഞ്ഞെങ്കിൽ സാധാരണ ഞാൻ കളിക്കുമ്പോഴാണ് ആ ബാല പൊളിഞ്ഞോണ്ടിരുന്നത്. നേരത്തെ വിട്ടിരുന്നെങ്കിൽ ഞാൻ പോയി പൊളിച്ചിട്ടിങ്ങി വരത്തില്ലായിരുന്നോ? അപ്പൊ നീ പിന്നെ ഒരു ട്വിസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞാടാ. ചെന്ന് കേറി കഴിഞ്ഞാൽ ഭയങ്കര തെറ്റീരാണ്. അതാണ് അതിന്റെ ഒരു ട്വിസ്റ്റ്.